أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكلوا مما رزقكم الله حلالا طيبا واشكروا نعمة الله إن كنتم إياه تعبدون. إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به فمن اضطر غير باغ ولا عاد فإن الله غفور رحيم. صدق الله العلي العظيم. ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഉലുഹിയ്യത്ത് പഠനത്തിൻ്റെ 3-ാം ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയിട്ടുള്ള എല്ലാ അപരാധങ്ങളും അല്ലാഹു തആല മാപ്പ് നൽകുമാറാവട്ടെ. നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉലുഹിയ്യത്തിൻ്റെ 3-ാമത്തെ ക്ലാസ്സിൽ ഇന്നത്തെ നമ്മുടെ പാഠ്യവിഷയം ഹറാമ് ചെയ്യരുത്, ഹറാമിൻ്റെ ഇനം ഭക്ഷിക്കരുത്, ഹലാല് മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു വിഷയമാണ്. അല്ലാഹു തആല പറയുന്നു, ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ. അല്ലാഹു തആല നൽകിയിട്ടുള്ള ഹലാലായ നല്ല ഭക്ഷണ രീതികൾ നാം കഴിക്കുക. അതോടൊപ്പം തന്നെ വഷ്കുറു നിഅമത്തുല്ലാഹ്, അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതാണ് അല്ലാഹു പറയുന്നത്. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതാവുന്നു. അപ്പോൾ ഹലാലായിരിക്കുന്ന ഇനമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത്ത, നിശ്ചയമായും ശവം എന്നുള്ളത് അല്ലാഹു നമുക്ക് ഹറാമാക്കിയിരിക്കുന്നു. വദ്ദമ, രക്തവും നമുക്ക് ഹറാമ, രക്തം കുടിക്കാൻ പാടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉടുമ്പിൻ്റെ രക്തം കുടിച്ചുകൊണ്ട് ഓടുന്ന ഒരു ശീലം പതിവുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ചെയ്യാൻ പാടില്ല. എന്നാൽ വലഹമൽ ഖിൻസീരി, പന്നി മാംസം കഴിക്കൽ, അതും നമുക്ക് വിരോധിച്ചതാണ്. എന്നാൽ ആ പന്നിയെ കൊണ്ടുവന്ന്, ആ പോർക്കിനെ കൊണ്ടുവന്ന് ബിസ്മി ചൊല്ലി അറുത്താലോ കഴിക്കാൻ പറ്റില്ല. കാരണം പന്നി മാംസം തന്നെ കഴിക്കൽ അല്ലാഹു ഹറാമാക്കിയതാകുന്നു. അടുത്തതാണ് നമ്മുടെ വിഷയം. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി, അല്ലാഹു അല്ലാത്തതിൻ്റെ പേരിൽ അറുത്തത്. നമ്മുടെ പാഠ്യവിഷയം ഉലുഹിയ്യത്താണ്. ആ ഉലുഹിയ്യത്ത് ഇബ്രാഹിം നബിൻ്റെ പേരിക്കല്ല അറുക്കുന്നത്, ഇസ്മായിൽ നബിൻ്റെ പേരിനുമല്ല അറുക്കുന്നത്. മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ആ കർമ്മം അല്ലാഹുവിൻ്റെ പേരിലാണ് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ എന്നാണ്. അതുകൊണ്ട് തന്നെ നാം ആ ഖുർആനിൻ്റെ കൽപ്പനയ്ക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വീകരിക്കാൻ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം ആ കർമ്മത്തിനെ, നാം ആ കൽപ്പനയെ
നാം സ്വീകരിക്കുന്നു. എന്നാൽ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തതിൻ്റെ പേരിൽ അറുത്തത്, പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അറുത്തത്, ഇതേപോലെ പല കാരണങ്ങൾക്കും വേണ്ടി അറുത്തത്, മുസ്ലിമീങ്ങൾക്ക് പ്രതിഷ്ഠ ഇല്ലാലോ അതുകൊണ്ട് അതിനും വേണ്ടി അറുത്തത് മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിക്കാൻ പാടില്ല, അങ്ങനെയുള്ളൊരു അറവും മുസ്ലിമീങ്ങൾക്ക് ഇല്ല തന്നെ. എന്നാൽ ഫമനിൽ തുറ ഗൈറ ബാഇൻ വലാ ആദിൻ, എന്നാൽ എന്തെങ്കിലും ചില കാരണങ്ങളെ കൊണ്ട് അറിയാതെ ഭക്ഷിച്ചു പോയത് അല്ലാഹു തആല മാപ്പ് നൽകുന്നുണ്ട്. എന്നാൽ കരുതിക്കൂട്ടി അങ്ങ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ഭക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിലോ അതിന് അല്ലാഹു തആല മാപ്പ് നൽകുകയും ഇല്ല. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനും ആവുന്നു. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തതിൻ്റെ പേരിൽ അറുക്കപ്പെട്ടത്, ഉദാഹരണം പറഞ്ഞു, പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അറുത്തത്, അതേപോലെ മൃഗങ്ങൾ കടിച്ചു കൊന്നത്, വന്യമൃഗങ്ങൾ കടിച്ചു കൊന്നത്, അതേപോലെ പരീക്ഷിക്കാൻ വേണ്ടി അമ്പ് ചെയ്തുകൊണ്ട് ചത്തുപോയത്, ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊന്നും നമ്മൾ ഭക്ഷിക്കാൻ പറ്റുകയില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.